കലിപ്പന്റെ വായാടി. രചന രശ്മി കാർത്തിക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കുറച്ചു സമയത്തിന് ശേഷം മനസ്സില്ലാ മനസ്സോടെ സ്വയം നിയന്ത്രിച്ച് അവർ അവളിൽ നിന്ന് ചുണ്ടുകളെ മോചിപ്പിച്ചു. അവന്റെ ഉമ്മിനിരുന്നാൽ കുതിർന്ന ചുണ്ടുകൾ വിരലാൽ തുടച്ച് അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തി അവൻ മുറിയിൽ നിന്നിറങ്ങി. അവൻ പോയി കഴിഞ്ഞിട്ടും കുറച്ചു നേരം കൂടി അവൾ ആ നിൽപ്പ് തുടർന്നു. അവൻ സൃഷ്ടിച്ച വാക്കുകളിലും ചുംബനത്തിന്റെ ചൂടിലും കുരുങ്ങിക്കിടക്കിയായിരുന്നവൾ. വൈകുന്നേരം ചൈത്രിയും ഋഷിയും ദീപാരാധന തൊഴാൻ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി. ആദ്യ ഓഫീസിലും അനി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. ആശയാണെങ്കിൽ ഫ്രണ്ട്സിനെ കാണാനെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഹാളിൽ അക്ഷിമോളോടൊപ്പം എല്ലാവരും വരുന്ന് നോക്കിയിരിക്കുകയാണ് അതിഥിയും കൃതിയും. കളിക്കുന്നതിനിടയിൽ അക്ഷിമോൾ കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞ് അത് എടുക്കാൻ പോയ അതിഥിയെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാതെ അന്വേഷിച്ചെന്ന കൃതി കാണുന്നു അടുക്കളയിൽ ബോധമറ്റി കിടക്കുന്നതാണ്. കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചപ്പോൾ തന്നെ ആള് കോൺഷ്യസ് ആയി. റൂമിൽ കൊണ്ട് കിടത്തിയ ശേഷം ടെമ്പറേച്ചറും പൾസും ചെക്ക് ചെയ്തപ്പോൾ സംശയം തോന്നിയ കൃതി വേഗം ആശയെ വിളിച്ചു. ബാക്കി എല്ലാവരും വന്നതിന് ശേഷമാണ് അനി വന്നത്. കൃതി ആദ്യമേ എല്ലാവരെയും ഹാളിൽ പിടിച്ചിരുത്തിയിരുന്നു. അനി വന്നതും കൃതി മുഖം കറുപ്പിച്ച് അവന്റെ മുമ്പിൽ പോയി നിന്നു. എന്തുപറ്റി? കൃതി എന്ന് വലിയ ഗൗരവത്തിലാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ അതിന് മാത്രം എന്താ ഉണ്ടായേ? അത് എന്നോട് ചോദിക്കുന്ന നല്ലത് അനിയുടെ തന്നെ പറയുന്ന. ഞാനെന്തു പറയാൻ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്തിനാ അഭിനയിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തു എന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിയേട്ടൻ നേരത്തെയോടെ എന്ത് ചെയ്താലും ഞങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചത്. അനി ഒന്നും മനസ്സിലാവാതെ അതിഥിയെ നോക്കി. അവൾ തലവിനിച്ച് നിൽക്കുകയായിരുന്നു. ഏടത്തിയെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. ഏടത്തിയായിട്ടൊന്നും പറഞ്ഞല്ല, ഞാൻ സ്വയം കണ്ടുപിടിച്ചതാ. കൃതി എന്തൊക്കെയാ പറയുന്നേ? ഏട്ടൻ ഓരോന്നും ചെയ്തു കൂട്ടിയതിന്റെ ഫലമായിട്ട് ഇന്ന് ഏടത്തി തലയിറങ്ങി വീണു. അറിയോ? ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ? തലയിറങ്ങിയോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അനി വെപ്രാളത്തോടെ അതിഥിക്കരിയിലേക്ക് നടക്കാനാഞ്ഞു കൃതി തടഞ്ഞു നിർത്തി. എങ്ങോട്ടാ? ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഏടത്തിയുടെ അടുത്തേക്ക് പോയാൽ മതി. കൃതി, ഞാൻ ദേഷ്യം വരുമ്പോൾ വഴക്ക് പറയാറുണ്ട്, അല്ലാതെ നീ പറയുന്ന പോലെ വേറൊന്നും ചെയ്യാറില്ല. ഓ, ഒന്നും ചെയ്യാണ്ടാവും. ഏടത്തി ഇപ്പൊ രണ്ടാമത് വിസിലും വിഴുങ്ങി നിൽക്കുന്നേ. എന്താ വിസില്? അനി എന്തോ ഓർത്ത പോലെ പറയാൻ വന്ന മുഴുമിക്കാതെ എല്ലാവരെയും മാറി മാറി നോക്കി. എല്ലാവരും തലകുനി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അതിഥിയെ നോക്കിയതും അവൾ ചിരിച്ച് വയറിൽ തൊട്ട് കാണിച്ചു. എടി പെണ്ണെ, മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനി കൃതിയുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. ആ ഏട്ടാ, ഞാൻ ചുമ്മാ തമാശക്ക്. ഇനി ഇതുപോലെ കുരുത്തക്കേട് ഒപ്പിക്കോ? ഇല്ല, പിടിവിട് പിടിവിട്. കൃതിയുടെ ചാട്ടം കണ്ട് എല്ലാവരും നിന്ന് ചിരിക്കുകയായിരുന്നു. വീട്ടേക്ക് അനി അവളെ, നിന്നെ കളിപ്പിക്കാൻ ഞങ്ങളും കൂട്ടി നിന്നിട്ട് മോള് ചെയ്താ. ഋഷി പറഞ്ഞതും അനി അവളുടെ ചെവിയിലെ പിടുത്തം വിട്ടു. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ പിന്നെ അതിഥിക്ക് മാസമുറ കറക്റ്റ് ആയിരുന്നില്ല. ചില മാസങ്ങളിൽ ഉണ്ടാവാറേയില്ല. അതുകൊണ്ട് കഴിഞ്ഞ മാസം ഇല്ലാതിരുന്നപ്പോൾ അതിഥി ശ്രദ്ധിച്ചതുമില്ല. ഇപ്പൊ കൃതിക്ക് അവളുടെ തലകർക്ക് ഉയർന്ന ടെമ്പറേച്ചറും കണ്ട് സംശയം തോന്നി ചോദിച്ചപ്പോഴാണ് മാസമുറയുടെ കാര്യം പറഞ്ഞത്. അപ്പൊ തന്നെ ആശയെ വിളിച്ച് പ്രഗ്നൻസി കിറ്റ് വാങ്ങിപ്പിച്ചു. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. പിന്നെ എല്ലാവരും കൂടെ അനിയെ കളിപ്പിക്കാൻ പ്ലാൻ ചെയ്തു. അതാണ് നേരത്തെ കണ്ടത്. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഏടത്തെ ആഗ്രഹങ്ങൾ പറഞ്ഞു തുടങ്ങിയോ? കുറച്ചു കഴിഞ്ഞ് അനി കാറും കൊണ്ട് പോകുന്നുണ്ടപ്പോൾ കൃതി അതിഥിയോട് ചോദിച്ചു. ഏതോ ഒരു സാഹചര്യത്തിൽ എന്റെ ടയറിങ് അനിയേട്ടന്റെ കാലിൽ ഉരഞ്ഞെന്നും പറഞ്ഞ് ഊരിക്കളഞ്ഞതാ ആ പോയ മഹാൻ. ഇപ്പൊ എന്നോട് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 2 ജോഡി വാങ്ങിത്തരാൻ പറഞ്ഞു. അതിനായി ഇപ്പോൾ പോയത്. ആ, ഗർഭിണിയായ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. അവസരം മുതലെടുക്കുകയാണല്ലോ സജി. പിന്നല്ല, ഈ സമയത്ത് എന്തു പറയാനും സാധിച്ചു തരുള്ളൂ. അല്ലെങ്കിൽ യോമാരും തിരിഞ്ഞു നോക്കില്ല. നീയും വേണേ ട്രൈ ചെയ്തോ. അത് പറഞ്ഞപ്പോഴാണ് ഉച്ചക്ക് ആദ്യം പറഞ്ഞ കാര്യം കൃതിയുടെ ഓർമ്മയിൽ വന്ന്. പിന്നെ ആകെപ്പാടൊരു വെപ്രാളമായിരുന്നു. എവിടെയെങ്കിലും വെറുതെ നിൽക്കുന്നുണ്ടാൽ ആദ്യം വിളിച്ചുകൊണ്ട് പോയാലൊന്നും ഭയന്ന് ചൈത്രയുടെ കൂടെ അടുക്കളയിൽ കൂടി. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ആദിയുടെ നോട്ടം നേരിടേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. അപ്പോഴാണ് രോഗി ഇച്ഛിച്ചതും വ്രതം, വൈദ്യൻ കൽപ്പിച്ചതും വ്രതം എന്ന പോലെ ഋഷിയുടെ സംസാരം. മുത്തശ്ശി വിളിച്ചിരുന്നു. ഉത്സവത്തിന് കാര്യങ്ങൾക്ക് പ്രശ്നം വെച്ചപ്പോൾ എന്തോ തടസ്സങ്ങളുണ്ടെന്ന്. നാളെ പരിഹാര പൂജയുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ എല്ലാവരും തറവാട്ടിലേക്ക് ചെല്ലണമെന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഉത്സവം തുടങ്ങും. പിന്നെ ഉത്സവം കഴിഞ്ഞാൽ തിരിച്ചു വരും. അത് കേട്ടതും കൃതിയുടെ മുഖം 1000 വാട്ട് ബൾബ് പോലെ പ്രകാശിച്ചു. ആദിയുടേത് വോൾട്ടേജ് ഇല്ലാത്ത പ്രകാശവുമായി. മുറിയിലേക്ക് കൃതി വന്നപ്പോൾ ആദി താടിയും കൈയും കൊടുത്ത് ചിന്താമഗ്നനായി ഇരിക്കുകയായിരുന്നു. എന്താണ്, ഭർത്താവ് വലിയ ആലോചനയിലാണല്ലോ? ഏയ്, ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്ന. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചേ. അത് ശരിയാണല്ലോ. അതെ കൃതി, ഏടത്തിക്കിപ്പോൾ 2 എണ്ണമായില്ലേ? നിനക്കും അതുപോലെ വേണമെന്ന് ആഗ്രഹമല്ലേ? ആദി പതിയെ കാര്യത്തിലേക്ക് കടന്നു. ആദി ഗർഭത്തിന്റെ കാര്യമാണ് പറയുന്നെങ്കിൽ കൃതി ടയറിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. എനിക്കും ആഗ്രഹമുണ്ട്. ആദ്യമായിട്ടിന് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടിരിക്കും കൃതി. എനിക്ക് 100 വട്ടം സമ്മതം. എന്നാലേ എനിക്കൊരു 3-4 ജോഡി വേണം. 4 ജോഡി എന്ന് പറയുമ്പോൾ 8 പിള്ളേരോ?
അത്രയും വേണോ കൃതി? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു പ്രശ്നമല്ല. എന്നാ നമുക്ക് ഇപ്പോഴേ നോക്കിയാലോ? ഈ രാത്രി 10 മണിക്കൊന്നും കിട്ടില്ല ആദ്യേട്ടാ. നാളെ രാവിലെ ആവട്ടെ. ഇതിനിങ്ങനെ നേരം കാലൊക്കെ ഉണ്ടോ? പിന്നെ ഷോപ്പ് തുറക്കണ്ടേ? ഷോപ്പ് തുറക്കി അതെന്തിനാ? അല്ലാണ്ട് എങ്ങനെയാട്ടോ ആരെങ്കിലും വാങ്ങണേ? നീ ഇത്രയും നേരം ഇതിന്റെ കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ ആദ്യമായിട്ട് എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഒന്നുമില്ലേ. എനിക്ക് വാങ്ങിത്തരില്ലേ? മനുഷ്യൻ ഇവിടെ ആശിച്ച് കെട്ടിപ്പോക്കി ടൈറ്റാനിക്ക് വെള്ളം കയറി മുങ്ങിപ്പോയപ്പോഴാ അവിടെ അമ്മൂമ്മയുടെ. ഇതും പെറുപിറുത്തോണ്ട് ആദ്യം പോയി കിടന്നുറങ്ങി. കൃതിക്ക് ഒന്നും മനസ്സിലാവാതെ അവൻ പോയത് നോക്കി നിന്നു. പിന്നെ അവളും അവനോടൊപ്പം പോയി കിടന്നു. 3 മണിയോടടുത്താണ് ആദ്യം കുടുംബവും മേലെടുത്ത അറവാട്ടിൽ എത്തിച്ചേർന്ന്. കാറിൽ നിന്നിറങ്ങിയ കൃതി ചുറ്റും നിരീക്ഷിച്ചു. പഴമയുടെ ഭംഗി വിളിച്ചു വന്ന ഒരു ഇരുനില വീട്. എന്നാലും ആധുനിക സൗകര്യങ്ങൾ പുതുക്കി ചേർത്തിട്ടുണ്ട്. നീളത്തിലുള്ള വരാന്തയിൽ വലിയ കൊത്തുപണികളോട് കൂടിയ തൂണുകളും പിന്നെ ചാരുപടിയുമുണ്ട്. വീടിന് ചുറ്റും പലതരം വൃക്ഷങ്ങളും ചെടികളുമുണ്ട്. കിളികളുടെയും മറ്റും കലപില ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ അന്തരീക്ഷം തന്നെ ഒരു പോസിറ്റീവ് വൈബ് തരുന്നുണ്ട്. വാഹനത്തിന്റെ ശബ്ദം കേട്ട് അകത്തളത്തിൽ നിന്നും മുത്തശ്ശിയും ചെറിയച്ഛനും പുറത്തു വന്നു. ആദിയുടെ കയ്യിൽ കൈകോർത്തുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന കൃതിയെ കണ്ട് അവരുടെ മനം നിറഞ്ഞു. മുത്തശ്ശിയെ കണ്ടപാടെ കൃതി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്തു. കൃതിയുടെ ഊഴം കഴിഞ്ഞ് ആഷിയും ആദിയും മുത്തശ്ശിയെ ഇടം വരം നിന്ന് പുണർന്നു. അവർക്ക് പിന്നാലെ തന്നെ മറ്റുള്ളവർ അകത്തേക്ക് കയറി. അതിഥി മാത്രം വന്നില്ല. ഡോക്ടറെ കണ്ടപ്പോൾ റെസ്റ്റ് പറഞ്ഞാൽ അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി. എല്ലാവരോടും സംസാരിക്കുന്നതിനിടയിൽ കൃതിയും മുത്തശ്ശിയും എന്തൊക്കെയോ രഹസ്യമായി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ നിൽക്കുന്ന അവർ ശ്രദ്ധിച്ചില്ല. സന്ധ്യക്കായിരുന്നു പൂജ. പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു മുറത്തിലെടുത്ത് വെക്കുന്ന കൃതിയുടെ അടുത്തേക്ക് ഒരു കത്തി നീണ്ടുവന്നു. തല ഉയർത്തി മുന്നിൽ നിൽക്കുന്ന ആഷിയെ കൃതി സംശയത്തോടെ നോക്കി. മുറത്തിൽ ഇതും വെക്കാൻ മുത്തശ്ശി പറഞ്ഞു. കൃതിയുടെ നോട്ടം കണ്ട് ആഷി പറഞ്ഞു, അതാണോ? നിന്റെ ഭാവം കണ്ട എന്റെ കഴുത്തിൽ വെക്കാൻ വന്ന പോലെയാണല്ലോ. പറഞ്ഞു തീർന്നു ആഷി പെട്ടെന്ന് കത്തി കൃതിയുടെ കഴുത്തിനോട് അടുപ്പിച്ചു. ഏതായാലും ഏടത്തേക്ക് തോന്നിയ സ്ഥിതിക്ക് അതങ്ങ് ചെയ്തേക്കാം. മോനെ ആഷി, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ അത് നീക്കി പിടിച്ചേ, കൃതി പേടിയോടെ പറഞ്ഞു. അതൊക്കെ മാറ്റാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്തായിരുന്നു വന്നപ്പോൾ മുത്തശ്ശിയായിട്ടൊരു കഥകളി? ഞാനറിയാത്ത എന്ത് കാര്യമുള്ളു? സത്യം പറഞ്ഞോ? കൃതി ഒന്ന് വിളിച്ചുകൊണ്ട് ആഷിയെ നോക്കി. എന്തോ തരികിട പരിപാടിയാണെന്ന് തോന്നലേ എടുത്തി. ഏയ്, ഞാൻ അങ്ങനെ ചെയ്യൂലോ. ഇളിക്കാതെ കാര്യം പറ മോളെ എടുത്തി. അത് പിന്നെ 6 മാസം കഴിയുമ്പോൾ PG ഞാൻ US പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ നുണ പറഞ്ഞതാ. എന്താ? അത് പിന്നെ മുത്തശ്ശി പറഞ്ഞെന്ന ഐഡിയ ആയിരുന്നു. ഒരു നിലക്കും ആദ്യമായിട്ട് അടുക്കുന്നില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറയാൻ. അത് വീട്ടിലെല്ലാവരോടും പറയണം, എന്നാലും ആദ്യമായിട്ടും വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇത്രയും വലിയ തള്ളു വേണമായിരുന്നോ? തള്ളൊന്നല്ല, ഞാൻ ശരിക്കും PG അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പേപ്പേഴ്സ് ഒന്നും റെഡി ആയിട്ടില്ല. അതിലെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് എങ്ങനെ അന്വേഷിക്കാനാണെങ്കിൽ തെളിവിന് അപ്ലൈ ചെയ്ത് അറിയുമല്ലോ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കള്ളം പറയുന്നതല്ല ഇങ്ങനെ പറയുന്നതാണെന്ന് തോന്നി. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. എന്തിന്? നീ ഓവർ ആക്ടിങ് ചെയ്ത് ചളാക്കാനോ? ഏടത്തി, ഞാനൊരു സത്യം പറഞ്ഞല്ലേടാ, നീ അത് വിട്. അങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടല്ലേടാ കാര്യങ്ങൾ ഇത്രയും വേഗം കലങ്ങി തെളിഞ്ഞ്. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഏടത്തി, ഇനി എങ്ങനെ പോകാനുള്ള പേപ്പേഴ്സ് റെഡിയായാലും എന്ത് ചെയ്യും? ഞാൻ പോവില്ല. എഴുതി പോകണ്ട, ഏട്ടൻ പറഞ്ഞു വിട്ടോളൂ. ആദ്യേട്ടൻ അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യൂ. കരിനാക്ക് വളക്കലേടാ പട്ടി. പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നപ്പോൾ ഒരുപാട് വൈകിയിരുന്നു. ആദിത്യൻ ചേട്ടൻ വന്ന് കണ്ണുകളിൽ തലോടിയപ്പോഴാണ് കൃതി കണ്ണു തുറന്ന് പതി എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് ആദ്യം ഒരു കൈയാൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവനെ ഉണർത്താതെ കൈ അടത്തി മാറ്റാൻ നോക്കിയപ്പോഴേക്കും ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചവൻ. തലചേരിച്ച് കൃതി അവനെ നോക്കി. ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ കണ്ണടച്ച് കിടക്കുകയാണ് അവൻ. ആഹാ, ഉറക്കം നടിച്ച് കിടക്കുകയാണല്ലേ? അതും പറഞ്ഞ് അവൾ ആദിയുടെ കവിളിൽ നുള്ളി. എനിക്ക് വേദനിച്ചുട്ടോ. എന്നാ കണക്കായിപ്പോയി, മാറിക്കേ, എനിക്ക് എണീക്കണം. നമുക്കിവിടെ കെട്ടിപ്പിടിച്ച് കിടക്കാടി. അയ്യടാ വേണതേ, ഈ തലയോടെ കെട്ടിപ്പിടിച്ച് കിടന്നോ? എൻ്റെ ഭാര്യ. നീ ഇങ്ങനെ ഒരു അൺറൊമാൻറ്റിക് മൂരാസി ആവല്ലേ? ഓ, ഈ പറയുന്ന ആൾ റൊമാൻറ്റിക് ആണല്ലോ. അതിനെനിക്ക് റൊമാൻറ്റിക് ആവാൻ നീ ഒരു അവസരം തരണ്ടേ? ഓ, മതി ഒലിപ്പിച്ച് മാറിക്കിടക്കാം. അങ്ങോട്ട്. എങ്ങോട്ട്? എൻ്റെ നെഞ്ചത്തോട്ട്. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ആദ്യം അവളിലേക്ക് ചാഞ്ഞു. അതെ, ഇങ്ങോട്ട് ഈ തള്ളിക്കറി വരുന്നേ. നീയല്ലേ കിടന്നോളാൻ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് ഇപ്പോൾ ചോറില്ലെന്നോ? ഞാനല്ലല്ലോ വിളിച്ച് എണീപ്പിച്ച്, താനീ എണീറ്റല്ലേ? എന്തായാലും എണീറ്റ്. അപ്പോൾ പിന്നെ കഴിക്കാല്ലേ?
കൃതി പറഞ്ഞു തുടങ്ങിന് മുന്നേ അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നു. എതിർപ്പ് പ്രകടിപ്പിച്ച അവളുടെ കൈകളെ തൻ്റെ കൈയാൽ ബന്ധിച്ച് അവൻ ബെഡിലേക്ക് ചേർത്ത് പിടിച്ച് അവളിലേക്ക് അമർന്നു. ആദ്യത്തെ പകപ്പ് മാറിയതും അവളും പതിയെ അതിൽ ലയിച്ചു ചേർന്നു. അവളുടെ എതിർപ്പുകൾ കുറഞ്ഞതും അവൻ അവളുടെ കൈകൾ മോചിപ്പിച്ച് തൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. പതിയെ ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നു. അവളുടെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി അവൻ നുകർന്നു. അവൻ്റെ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവൾക്ക് മറ്റേതോ മായിക ലോകത്തെത്തിയ പോലെയാണ് തോന്നിയത്. അതിൻ്റെ അനുഭൂതിയിൽ അവളും അവൻ്റെ ചുണ്ടുകളെ നുകർന്നു, പരസ്പരം വിട്ടുമാറാതെ. രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചുകൊണ്ടിരുന്നു. പതിയെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്ന് അവളുടെ ശരീരത്തിൽ മൊത്തം ഒരു കുളിർ അനുഭവപ്പെട്ടു. അവനെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ മുടിയിഴകളിൽ അവൾ കൊരുത്ത് വലിച്ചു. ചുണ്ടിൻ്റെ കോണിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നതും അവളിൽ നിന്ന് അറിയാതെ ശീൽക്കാരം പുറത്തു വന്നു. അതവനെ കൂടുതൽ ആവേശം കൊള്ളിച്ചു. അവളുടെ ചുണ്ടുകൾ ശക്തിയായി വലിച്ചു വിട്ട് അവൻ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തി. അവൻ്റെ ചുണ്ടും നാവും അവിടെ അലഞ്ഞു നടന്നു. അതിനൊപ്പം ഇടുപ്പിൽ നിന്ന് അവൻ്റെ കൈ മുകളിലേക്ക് ചലിച്ചു. തോളിൽ നിന്ന് അവളുടെ സാരി മാറ്റാൻ തുടങ്ങിയതും ഡോറിൽ തട്ടുകേട്ടതും ഒരുമിച്ചായിരുന്നു. ഏട്ടാ, ഏടത്തി! ആ വൃത്തിയേട്ട സ്വരത്തിനോടൊപ്പം ആരായി നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. ആശയാണ് വന്ന്. കൃതി വേഗം ആദ്യ തള്ളിമാറ്റി ചാടി എഴുന്നേറ്റു. ആദ്യ തന്നെ ഫസ്റ്റ് മോർണിംഗ് എന്ന മോഹൻ തച്ചോടിച്ച ആശയെ നന്നായി സ്മരിച്ചുകൊണ്ടിരുന്നു. ആദിയുടെ മുഖഭാഗം കണ്ടിട്ട് കൃതിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ചിരിക്കടി, ചിരിക്ക്. നിന്റെ ഈ ചിരിക്കിനി അധികം ആയുസ് കാണില്ല. ആദിയുടെ ഭീഷണിൽ കൃതി സ്വിച്ചിട്ട പോലെ ചിരിർത്തി വേഗം ബാത്റൂമിലേക്ക് ഓടിക്കയറി. ഏട്ടാ, ഞാൻ എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാൽ ഈ തെണ്ടി കറക്റ്റ് സമയത്ത് വന്ന് മുടക്കാണല്ലോ ദൈവേ. ഇതിലെല്ലാം ചേർത്ത് നിന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ കുളം തോണ്ടി നിന്നെ കൊണ്ട് നഷ്ടസ്വർഗങ്ങളെ പാടിച്ച് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ആശികമനായ പാടും. നോക്കിക്കോടാ. ആദ്യ പിറുത്തോട് ഡോർ തുറന്നു. മുന്നിൽ 32 കൊല്ലം കാണിച്ച് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആശയെ കണ്ടിട്ട് പല്ലടിച്ച് കൊഴിക്കാനാണ് ആദിക്ക് തോന്നിയത്. എന്താടാ, നിങ്ങൾ രണ്ടുപേരെയും താഴെ കാണാതായപ്പോൾ അമ്മനെ വിളിക്കാൻ വിട്ടതാ. ആ, നീ പൊക്കോ, ഞങ്ങൾ വന്നേക്കാം. ആദ്യ അലസമായി പറഞ്ഞു. ഏടത്തി എന്തിയെ, എണീറ്റില്ലേ? അവള് ഫ്രഷ് ആവുക. വിളിച്ചിട്ട് ഡോറൊക്കെ താമസിച്ചല്ലോ. രണ്ടും എന്തെടുക്കുമായിരുന്നു? ആശയുടെ അർത്ഥം വെച്ചുള്ള ചോദ്യത്തിന് ആദിയുടെ വക പൂരപ്പാട്ടായിരുന്നു മറുപടി. വൃത്തിയേട്ടവൻ എന്റെ ചെവി അടിച്ചു പോയി. ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്ന എന്തോ ബ്ലഡി കൂതറ ബ്രോ. ആദ്യ ഓഫീസിൽ വിട്ട് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്താണ് ആശി പറമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൃതിയെ വിളിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് വെച്ച് പിടിച്ച് 3 തട്ടുകളായാണ് പറമ്പ് കിടക്കുന്നത്. വീടിന്റെ പുറകുവശത്ത് നിന്ന് ഒരു ചെറിയ താഴ്ചയിലാണ് ആദ്യത്തെ തട്ട്. അവിടെ വാഴ, കവുങ്ങ്, കുരുമുളക്, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയാണുള്ളത്. ആദ്യത്തേനേക്കാൾ കുറച്ചുകൂടി താഴ്ന്നാണ് അടുത്ത പറമ്പുള്ളത്. അവിടെയുള്ളത് പ്ലാവ്, മാവ്, പുളി, കറുക തുടങ്ങിയവയാണ്. മാവ് തന്നെ പലവിധമുണ്ട്. മൂവാണ്ടൻ, പ്രിയൂര്, നാട്ടുമാവ് അങ്ങനെ നീളുന്നു. മാങ്ങകൾ കുലകളായി തൂങ്ങിക്കെടുക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. കൃതി മാങ്ങ നോക്കി വെള്ളമിറക്കിയാണ് നടക്കുന്നത്. മുകളിലേക്ക് നോക്കി നടക്കുന്നതിനിടയിൽ സൈഡിലുള്ള കെട്ടിക്കാത്ത കിണർ അവൾ കണ്ടില്ല. 2 സ്റ്റെപ്പും കൂടി വെച്ചാൽ കിണറിൽ വീഴുമെന്ന അവസ്ഥ എത്തിയപ്പോഴാണ് ആശിമ ശ്രദ്ധിച്ചത്. അവൻ വേഗം ചെന്ന് അവളെ പിടിച്ചു മാറ്റി. എവിടെ നോക്കിയാൽ നടക്കുന്നത്? കുറച്ചുകൂടി കഴിഞ്ഞ കിണറിന്റെ ആഴാൾക്കായിരുന്നു. കൂട്ടിന് സാവിത്രി മുത്തശ്ശിയുടെ പ്രേതം ഉണ്ടായേനെ. പ്രേതമെന്ന് കേട്ടതും കൃതി ഞെട്ടി ആദ്യം നോക്കി. എഴുതി പേടിക്കൊന്നും വേണ്ട. പണ്ട് അപ്പുറത്തെ വീട്ടിലെ സാവിത്രി മുത്തശ്ശി ഈ കിണറ്റിലൊന്ന് ചാടി മരിച്ചായിരുന്നു, ചെറുതായിട്ട്. പുള്ളിക്കാരുടെ പ്രേതം എപ്പോഴും ഗതി കിട്ടാതെ ഇവിടെ നടക്കാറുണ്ടെന്നൊക്കെയാണ് പറയാറ്. എടാ ആശി, നീ വെറുതെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല കേട്ടാ. ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ലോ, നമ്മുടെ ചെറിയച്ഛന് അനുഭവം ഉണ്ടായതാ. എന്ത്? ചെറിയച്ഛൻ്റെ ചെറുപ്പത്തിൽ, അതായത് ഇപ്പം അനിയേട്ടൻ്റെ പ്രായത്തിൽ ഒരു ദിവസം ചെറിയച്ഛനും ഫ്രണ്ട്സും സിനിമ കാണാൻ പോയി. ഫസ്റ്റ് ഷോക്കാണ് പോയത്. സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ആൾ കാര്യം സാധിക്കാനായി വീടിൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മുത്തശ്ശി അവിടെ ഇരിക്കുന്നു. ചെറിയച്ഛൻ ആദ്യം വിചാരിച്ചതേ നമ്മുടെ മുത്തശ്ശി ആയിരിക്കുന്ന. അമ്മ എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ച് ചെറിയച്ഛൻ അകത്തേക്ക് കയറിപ്പോയി. ആൾക്ക് മൂത്രശങ്കത്തിൽ കരശലായിരുന്നേ. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാനും പോയില്ല. എന്നിട്ടെന്താ, ചെറിയച്ഛ അകത്ത് കയറിയപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇതേ അവിടെ ഇരിക്കണ്. സംശയം തോന്നിയപ്പോൾ ചെറിയച്ഛൻ മുത്തശ്ശിയോട് പുറത്തേക്ക് പോയിരുന്നോ ചോദിച്ചു. ഇല്ലാന്ന് മറുപടി കിട്ടി. അപ്പം തന്നെ ചെറിയച്ഛൻ വീടിനെ പുറത്തിറങ്ങി നോക്കി. പക്ഷെ അവിടെ അപ്പം ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ആ സാവിത്രി മുത്തശ്ശി മരിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതേപോലെ പലർക്കും പലപ്പോഴും അനുഭവം ഉണ്ടായിരുന്നെന്നാ പറയണേ. അതും കൂടി കേട്ടതോടെ കൃതിക്ക് പേടിയാവാൻ തുടങ്ങി. സംസാരത്തിനിടയിൽ അവർ പറമ്പിന്റെ 3-ാം തട്ടിലെത്തിയിരുന്നു. ഇപ്പൊ വീടുമായി കുറെ അകലത്തിലാണ്. എന്തെങ്കിലും പറ്റി നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.